ഹലോ ഹലോ. എടോ മോട്ടു, എല്ലാവരോടും താനാ ഗുഡ് ന്യൂസ് എന്ന് പറയേ. ഗുഡ് ന്യൂസിനേക്കാൾ വലിയ സൂപ്പർ ന്യൂസ് അല്ലേ പറയാൻ പോകുന്നേ. ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ടിവിയിൽ മാത്രമല്ല ജിയോ ഹോട്ട്സ്റ്റാറിലും കാണാൻ പറ്റുമെന്നേ. ഇതിലുണ്ട് അൺലിമിറ്റഡ് ടൂൾസിന്റെ ഉത്സവം, പ്രീമിയം എന്റർടൈൻമെന്റ്, കൂടാതെ ലൈവ് സ്പോർട്സ്. ജിയോ ഹോട്ട്സ്റ്റാർ, ദ വേൾഡ് ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്. കൊള്ളാം പത്തുലു, കൊള്ളാം. നോക്കൂ, നമ്മുടെ വീടിന് മുകളിൽ ആകാശവും പക്ഷികളും ഒക്കെ എത്ര ഭംഗിയായിട്ടാ കാണുന്നതെന്ന്. അങ്ങോട്ട് നോക്കൂ, മരത്തിന്റെ ഇലകളൊക്കെ എത്ര ഭംഗിയായിട്ടാ പറന്നു പോകുന്നതെന്ന്. എന്റെ മോട്ടു, മരത്തിലെ ഇലകളുടെ കാര്യം വിട്ടേക്ക്. നമ്മുടെ വീടിന്റെ മേൽക്കൂര പറന്നു പോയിരിക്കുക. ഇനി നമ്മൾ എവിടെ പോകും പത്തുലു? എവിടെ താമസിക്കും? മേൽക്കൂര ഇല്ലാത്ത വീട്ടിൽ മഴ വന്നാൽ നനഞ്ഞു പോകൂലേ? രാത്രി ഉറങ്ങുമ്പോ കൊതുകുകളുടെ ശല്യം കൂടൂലേ പത്തുലു? എന്റെ മോട്ടു, ഇത് കരഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമല്ല. ഇപ്പൊ ആലോചിക്ക്, ഇനി നമ്മൾ എവിടെ താമസിക്കുമെന്ന്. എന്റെ പത്തുലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്ക്. ഐഡിയ. ഡോക്ടർ ജഡ്കയ്ക്ക് ഫോൺ ചെയ്യേ, എന്നിട്ട് പറ നമ്മൾ അവിടേക്ക് വരുന്നുണ്ടെന്ന്. ആ, അത് ശരിയാണ്. ഇപ്പൊ തന്നെ ഫോൺ ചെയ്തേക്കാം. എന്തായിരുന്നു നമ്പർ? ഹലോ വലിയേട്ടാ, കാറ്റത്തെ ഞങ്ങളുടെ മേൽക്കൂര പറന്നുപോയി. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ വരിക. മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഞാൻ നിങ്ങളുടെയാ. അതുപോലെ വീടും നിങ്ങളുടെയാ. പക്ഷെ ഞാനിപ്പോ ഒരു പ്രധാനപ്പെട്ട റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക മോട്ടു. അപ്പൊ 2 ദിവസം കഴിഞ്ഞ് വന്നാ മതി. അതുവരെ നോ ഡിസ്റ്റർബൻസ്, മനസ്സിലായോ? ഒരു കാര്യം ചെയ്യേ, ഗസീറ്റയ്ക്ക് ഫോൺ ചെയ്യേ. അതെ, ഗസീറ്റയ്ക്ക് ഫോൺ ചെയ്യാം. ഹലോ ഗസീറ്റ ചേട്ടാ, കൊടുങ്കാറ്റില് ഞങ്ങളുടെ മേൽക്കൂര പറന്നുപോയി. പൊളിച്ചെടുത്തല്ലോ, മേൽക്കൂര പറന്നു പോയിന്നോ? എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇങ്ങനൊരു കാര്യം കേട്ടിട്ടേ ഇല്ല. അതുകൊണ്ട് ചേട്ടാ, ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ വരുവാണ് കേട്ടോ. നിങ്ങൾ എന്റെ വീട്ടിൽ താമസിക്കാൻ വരികയാണെന്നോ? ഇത് നിങ്ങളുടെ വീട് തന്നെയാ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്റെ വകയിലൊരു അമ്മാവിനും അയാളുടെ കുറെ ബന്ധുക്കളും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്നേ. വീടിനകത്തൊരു തരി സ്ഥലമില്ല. സോറി, നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ, ടാറ്റാ. അവൻ സോറിയുടെ കൂട്ടത്തിൽ ടാറ്റയും ബൈബയും പറഞ്ഞു വെച്ചു. അവിടെ ആരൊക്കെ വിരുന്നുകാർ വന്നിട്ടുണ്ടത്രേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്റെ മോട്ടു, നമ്മുടെ ചിങ്കം സാർ ഉണ്ടല്ലോ. കൊടുങ്കാറ്റിൽ ഞങ്ങളുടെ മേൽക്കൂര പറന്നുപോയി. താമസിക്കാൻ അങ്ങോട്ട് വരട്ടെ? എന്റെ അമ്മോ, മോട്ടു നീ എന്തായി പറയുന്നത്? പക്ഷെ ഡോണ്ട് വറി, ആക്ച്വലി ഇന്നലെ രാത്രി എന്റെ നാട്ടിൽ നിന്ന് ഒരു റിലേറ്റീവ് താമസിക്കാൻ വന്നിട്ടുണ്ടെന്നേ. പക്ഷെ മോട്ടു പത്രു, നിങ്ങൾ വിഷമിക്കരുത്, ചിങ്കമുണ്ട്. ഈ ചിങ്കത്തിന്റെ മനസ്സിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് സ്ഥലം മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ വീടിനകത്ത് നിങ്ങൾക്ക് അല്പം സ്ഥലം പോലും ഉണ്ടാവില്ല. ഓക്കെ, ബൈ ബൈ. ഓക്കെ പത്ലു, അദ്ദേഹത്തിന് ഗ്രാമത്തിൽ നിന്ന് സ്വന്തക്കാരൊക്കെ വന്നെന്നാ പറയുന്നത്. ഇനി എന്ത് ചെയ്യും? നമ്മൾ എങ്ങോട്ട് പോകും? വരൂ, അന്വേഷിക്കാം. ഇതൊരു നല്ല വാർത്തയാണല്ലോ. മേയർ സാറ് നദിയുടെ മുകളിൽ ഉണ്ടാക്കിയ പുതിയ പൂൾ ഉദ്ഘാടനം ചെയ്യുകയാണെന്ന്. അപ്പൊ നാട്ടുകാർ മൊത്തം അതിൽ പങ്കെടുക്കാൻ വേണ്ടി പോകും. അപ്പൊ നമ്മൾ അവരവരുടെ വീടുകളിൽ ചെന്ന് എല്ലാം മോഷ്ടിച്ചു കൊണ്ടുവരും. ബോസ്, അതാ നോക്കൂ, കളവിന്റെ കാര്യം പറയുമ്പോഴേക്കും മോട്ടു പത്രു ഹാജരായി കഴിഞ്ഞു. ശ്രദ്ധിച്ച് വളരെ സൂക്ഷിക്കണം. ആ മോട്ടുവും പത്രവും വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഊടായ്പമായിട്ടായിരിക്കും. കൊള്ളാം ബോസ്, കൊള്ളാം. നല്ല കവിതയാണല്ലോ പറഞ്ഞത്. കവിതയുടെ കാര്യം വിട്. എന്നിട്ട് അവന്മാരെ നോക്ക്. ബോട്ടു എന്നെ ഏട്ടാന്ന് വിളിച്ചിരിക്കുന്നു. ബോട്ടു എന്നെ ഏട്ടാന്ന് വിളിച്ചു. എന്നെ ഒന്ന് നുള്ളിക്കേ. ഞാൻ ഉണർന്നിരിക്കുകയാണോ ഉറങ്ങുകയാണെന്ന് അറിയാൻ വേണ്ടിയാണ്. ഞാൻ ഉണർന്നിരിക്കുകയാണ്. ഉണർന്നു തന്നെ ഇരിക്കുന്നേ. ജോണേട്ടാ, കൊടുങ്കാറ്റിൽ ഞങ്ങളുടെ വീട്ടിന്റെ മേൽക്കൂര പറന്നുപോയി. ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ വേണ്ടി വന്നതാ. 2-4 ദിവസത്തെ കാര്യമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഞങ്ങൾ പൊയ്ക്കോളാം. ഈ മഴയും കാറ്റും ഒന്ന് നിന്നോട്ടെ.
അല്ല ഇതിൽ ചിരിക്കാൻ മാത്രം എന്താ ഉള്ളത്? ഞങ്ങളുടെ വീടിന്റെ മേൽക്കൂരയിൽ എല്ലായിടത്തും തുള വീടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ മഴക്കാലം ആകുമ്പോ ചെറിയ ചെറിയ മോഷണങ്ങളൊക്കെ നടത്തി ജയിലിലേക്ക് പോകാറാണ് പതിവ്. മഴക്കാലം മുഴുവൻ ഞങ്ങളുടെ താമസവും ആഹാരവും ഒക്കെ ജയിലിനുള്ളിൽ തന്നെ. നിങ്ങൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യ്. അപ്പൊ ചിങ്കം പിടിച്ച് ജയിലിലിട്ടോളൂന്നേ. അങ്ങനെ നമുക്ക് അവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കാമെന്നേ. പേപ്പർ പേപ്പർ. ശരിയാ പത്ലു, എന്നാ പിന്നെ നമുക്കും അതുപോലെ തന്നെ ചെയ്തേക്കാം. അങ്ങനെയാകുമ്പോ ചിങ്കൻ സാർ നമ്മളെ പിടിച്ച് ജയിലിൽ അടയ്ക്കുമല്ലോ. ഐഡിയ വാ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ചിങ്കം സാറിനെ കൊണ്ട് നമ്മളെ ജയിലിൽ അടപ്പിക്കണം. മോട്ടു പത്ലു, ഈ വഴി ആരാണ് ബ്ലോക്ക് ചെയ്തത്? പെട്ടെന്ന് മാറ്റൂ ഇതെല്ലാം. എനിക്ക് പുതിയ ബ്രിഡ്ജിന്റെ ഉദ്ഘാടനത്തിന് പോകേണ്ടതാണ്. ഈ വഴി ഞങ്ങൾ തന്നെയാണ് അടച്ചത്. നദിയുടെ പുതിയ പാലം ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല. നിങ്ങളെ ഇന്ന് ഞങ്ങൾ എങ്ങോട്ടും വിടുന്ന പ്രശ്നമേ ഇല്ല. അല്ല, ഇതെന്ത് പോക്കിരിത്തരമാണ്? വിടില്ല ഞങ്ങള്. നിങ്ങള് വേണമെങ്കിൽ ഞങ്ങളെ ജയിലിൽ അടച്ചോ, എങ്കിലും ഞങ്ങള് നിങ്ങളെ വിടില്ല. ഡ്രൈവർ, പെട്ടെന്ന് വണ്ടി എടുക്ക്. പെട്ടെന്ന്. കാർ നിർത്താൻ പാടില്ല. എന്തു തന്നെ സംഭവിച്ചാലും ശരി. ഡ്രൈവർ, കാർ നിർത്ത്. മോട്ടു, നിൽക്ക്, അവിടെ നിൽക്ക്. ഹലോ, അവിടെ നിൽക്ക്. ഇൻസ്പെക്ടർ ചിങ്കം, പെട്ടെന്ന് വാ. ഇവിടെ മോട്ടു പത്ലുവിനെ അറസ്റ്റ് ചെയ്യുക. വേഗം വന്ന്. അവരെന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഇവിടെ. എന്നെ ഇവിടുന്ന് പോകാൻ അനുവദിക്കുന്നില്ല. വിടില്ല, വിടില്ല ഞങ്ങള്. Name is ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. മോട്ടു പത്ലു, യു ആർ അണ്ടർ അറസ്റ്റ്. എന്റെ അമ്മോ, തണുത്ത ഇളനീര്. അല്ല സാറേ, ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഞാൻ ആലോചിച്ചിരിക്കുകയാണ്, നമ്മുടെ മോട്ടു പത്ലുവിനെ പോലെ നല്ല മനുഷ്യന്മാര് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. അല്ല സാറേ, നിങ്ങള് ടോപ്പാണ്. ഹിന്ദുസ്ഥാന്റെ ഹോപ്പല്ലേ? You are great, sir, but born little late, sir. ദാസ വിജയ, Yes, sir. ചെല്ലു, മോട്ടു പത്ലുവിനെ പോയി അറസ്റ്റ് ചെയ്തിട്ട് വരൂ. പൊളിച്ചു. ചിങ്കം സാറേ, ഞങ്ങൾക്ക് ശിക്ഷ കിട്ടിയേ മതിയാകൂ. ഞങ്ങൾ മേയർ സാറിനെ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്യാൻ സമ്മതിച്ചില്ല. മോട്ടു പതിലിനെ വെറുതെ വിട്ടേക്ക്. ഇന്ന് ഇവരാണ് എന്റെ ജീവൻ രക്ഷപ്പെടുത്തിയത്. എന്റെ അമ്മോ, സാറിനെ ഇവന്മാര് രക്ഷിച്ചു. ഞാൻ ഉദ്ഘാടനത്തിനായിട്ട് പോയ ബ്രിഡ്ജ് വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോയി. ഞാൻ ആ പാലത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ഒരുപക്ഷെ ഒഴുകിപ്പോയേനെ. താങ്ക് യു മോട്ടു പത്ലു, താങ്ക് യു സോ മച്ച്. വരൂ ഇൻസ്പെക്ടർ ചിങ്കം. ഓക്കെ ദാസ വിജയ, മോട്ടു പത്ലുവിനെ വിട്ടോളൂ, എന്നിട്ട് നമുക്ക് തിരിച്ചു പോകാം. വന്ന് നിക്കണേ, ഞാൻ പറയുന്നത് കേക്കൂ. നിക്കൂ. മോട്ടു, ഇങ്ങനെ അലറി വിളിച്ചിട്ട് യാതൊരു പ്രയോജനമില്ല. അവര് പോയി കഴിഞ്ഞു. നമുക്ക് വേറെ എന്തെങ്കിലും ആലോചിക്കാം. അല്ലാതെ വേറെ വഴിയൊന്നും കാണുന്നില്ല. ഇനി എന്താ ചെയ്യാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ പത്ലു? നീ തന്നെ ആലോചിക്ക്. മോട്ടു, ഐഡിയ. നമുക്ക് ഈ ബാങ്കിന്റെ പൈസ കൊണ്ടുപോകുന്ന വണ്ടിയെ എവിടെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിച്ച് വെക്കാം. ചിങ്കം സാറ് നമ്മളെ ജയിലിലിട്ടതിന് ശേഷം നമുക്ക് പറയാം വണ്ടി എവിടെയാണെന്നുള്ളത്. എന്നാ പിന്നെ നമ്മൾ ഒട്ടും വൈകിക്കണ്ട, പോകാം. കൊള്ളാം പത്ലു, കൊള്ളാം. കണ്ടില്ലേ എത്ര കൃത്യസമയത്താ വന്നത് ചിങ്കം സാർ. ഇന്ത്യ നിയമമാണ് സത്യം. വണ്ടി നിർത്താൻ നിൽക്കാനല്ല പറഞ്ഞത്. ഏയ്, ഞാനുണ്ടല്ലോ. എന്റെ അമ്മോ,
അതെ ചിങ്കം സാറേ, പറ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇനി നിങ്ങൾക്ക് ഞങ്ങളെ ജയിലിൽ അടച്ചല്ലേ പറ്റുള്ളൂ. നിങ്ങൾ രണ്ടാളും ഒരു വലിയ കാര്യം തന്നെ ചെയ്തിരിക്കുന്നത്. ഇവൻ സെക്യൂരിറ്റി ഗാർഡ് അല്ല, ഒരു കൊള്ളക്കാരനാണ്. ബാങ്കിൽ നിന്ന് കാശ് അടിച്ചോണ്ട് പോവാൻ നോക്കുകയായിരുന്നു. നിങ്ങളുടെ സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് നിങ്ങൾ ഈ കള്ളന്മാരെ പിടികൂടിയിരിക്കുന്നത്. നിങ്ങളുടെ ഈ ധീരതയ്ക്ക് നിങ്ങൾക്ക് സർക്കാരിൽ നിന്നും ഞാനൊരു നല്ല സമ്മാനം വാങ്ങി തരുന്നതാണ്. നിങ്ങൾ ഈ ഫുർഫുര നഗരത്തിലെ അഭിമാനമായി മാറിയിരിക്കുന്നു. സാറേ, ഞങ്ങൾക്ക് സമ്മാനം വേണ്ട, ജയില് മതി. പ്ലീസ് ചിങ്കം സാറേ. മോട്ടുവിനും പത്രൂരും സമ്മാനമായിട്ട് 5-സ്റ്റാർ ഹോട്ടലില് 1 മാസത്തേക്ക് ഫ്രീ സ്റ്റേ, ഭക്ഷണം എല്ലാം ടോട്ടലി ഫ്രീ. എന്താ നിങ്ങൾക്ക് സന്തോഷമായില്ലേ? പത്ലു, അപ്പോഴത്തേക്കും നമ്മളുടെ വീട്ടിന്റെ റിപ്പയർ പണിയൊക്കെ തീരുമല്ലോ. പൊളിച്ചേ.